തയ്യാറല്ല. ഇത്തവണ താമര വിരിയിക്കുന്ന മണ്ഡലമായി ശാസനത്തിന് മാറ്റണമെന്ന് അതനുസരിച്ച് ആ കണക്കിൽ വ്യത്യാസമായി വളരെ കൃത്യമായി രാഷ്ട്രീയ സ്വയംസേവക സീനിയറായ സെൽവൻ ചേട്ടൻ വിഭാഗ് പ്രചാരകൻ അനുജി സഹസംയോജകർ അവരുടെ നേതൃത്വത്തിൽ എല്ലാ പരിവാർ പ്രസ്ഥാനങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനം താഴെ തട്ടിൽ ബൂത്തുകളിൽ ബിജെപിയുടെ ഉറച്ച വോട്ട് സമാന്തര വോട്ടർ പട്ടിക തയ്യാറാക്കി. ആ സമാന്തര വോട്ടർ പട്ടികയിൽ എത്ര പേർ വോട്ട് ചെയ്തു എന്നതടക്കം പാർട്ടിയുടെ ജില്ലാധ്യക്ഷൻ അടക്കമുള്ളവർ, അതിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി, സഹ ഇൻചാർജ്, പ്രശാന്ത് ഇൻചാർജ്, അങ്ങനെയുള്ളവർ രാജ്യത്ത് നിൽക്കുന്നു. സംഘവും പാർട്ടിയും പരിവാർ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിന്ന് നേതൃത്വം കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പിലാണ് ജനങ്ങളോട് വലിയ കടപ്പെട്ടു. നമ്മൾ പറഞ്ഞു, അതിനായി നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഞാൻ ജനങ്ങളുടെ പ്രധാന സേവകനെന്നാണ്. അതേ വാക്ക് ജനങ്ങളുടെ സേവകനായി നിന്നുകൊണ്ട് അവരോടൊപ്പം അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ തീർച്ചയായും എന്തായാലും നമ്മളോടൊപ്പം ബിജെപിയുടെ ജില്ലാ അധ്യക്ഷൻ എസ് പ്രശാന്ത് വിജയത്തിൽ ബിജെപി വോട്ട് നിരവധി വോട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ വിജയത്തെ എങ്ങനെ കാണുന്നുണ്ട്? വളരെ അഭിമാനത്തോടുകൂടിയും വളരെയേറെ സന്തോഷത്തോടെയാണ് ആഞ്ഞടിച്ച യു ഡി എഫ് തെരഞ്ഞെടുപ്പിൽ താമരയോടൊപ്പം നിന്നു. സ്ഥാനാർത്ഥികൾ പിന്നിൽ പോയപ്പോൾ ഗോപകുമാർ ആദ്യം അവസാനം കൂടി മുന്നിലെത്തുകയായിരുന്നു. കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തായ ഗോപകുമാർ അവിടെ നിന്ന് തന്നെ തുടങ്ങിയ വിജയം ആദ്യഘട്ടം മുതൽ നമ്മുടെ ട്രെൻഡ് ബിജെപിക്ക് അനുകൂലമാണ്. ആദ്യമായി വിജയത്തിൽ നിരവധി വർഷങ്ങളായി അവിടെ കേന്ദ്രീകരിച്ച ആളാണ്. മറ്റു രണ്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ് അവിടെ ലഭിച്ചത്. പിന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ 2016 നടത്തിയിട്ടുള്ള കേരളം എന്ന നിലയിലെല്ലാം അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് പ്രതീക്ഷ കൊടുക്കാൻ കഴിയുന്നത് ഞങ്ങൾക്ക് മാത്രമാണ്, ബിജെപിക്ക് മാത്രമാണ് എല്ലാ തിരിച്ചറിവുകളും ജനങ്ങൾക്കുണ്ടായി. അതിന്റെ ഫലമാണ് എല്ലാ വിഭാഗങ്ങളിലും ജാതി മത ചിന്തകൾക്ക് അതീതമായി മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ തീർച്ചയായും കൊല്ലത്ത് എന്തായാലും ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. കൊല്ലത്ത് മാത്രമല്ല കേരളത്തിലാകമാനം തന്നെ ഇന്ന് ആദ്യം പറഞ്ഞ സീറ്റുകളിൽ വിജയിക്കുവാൻ ആദ്യം പറഞ്ഞ സീറ്റുകളിൽ ചാത്തന്നൂരില്ലായിരുന്നു. മാധ്യമങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഈ വിജയത്തിലേക്ക് എത്തിയത്? എന്താണ്? തീർച്ചയായും അത് തന്നെയാണ്. രാവിലെ മുതൽ തന്നെ അദ്ദേഹം വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ തന്നെ കൃത്യമായും വിജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചത്. ഇപ്പോൾ ഇവിടേക്ക് എത്തുമ്പോഴും ആശംസകളൊക്കെ നേരത്തെ തന്നെ അറിയിച്ചു കഴിഞ്ഞു. എന്തായാലും ഇപ്പോൾ വിജയിച്ച സന്തോഷത്തിൽ പ്രവർത്തകരും അതോടൊപ്പം തന്നെ നേതാക്കളും എല്ലാം ഇവിടെയുണ്ട്. സെന്റ് അലോഷ്യസ് സ്കൂളിലാണ്. മോദിജിയുടെ പ്രതിനിധിയെ പരീക്ഷിക്കണമെന്നുള്ള ആ ചിന്തയും ആ ചർച്ചയും ഒപ്പം ആ ചിന്തകളാണ് പിന്നീട് ആ ഫോർവേഡ് ബ്ലോക്കിൽ നിന്ന് സീറ്റ് എടുത്ത് കോൺഗ്രസിനെ മത്സരിക്കാൻ തീരുമാനിച്ചു. കോൺഗ്രസ് മത്സരിച്ചത് ഉപകാരമായി. അതെ, കോൺഗ്രസ് 16-21 ഇത്തവണ അവർ തന്നെ മത്സരിച്ച് നന്നായി. അവിടെ കുറച്ചുകൂടി എളുപ്പത്തിൽ വോട്ട് കച്ചവടം മറിച്ച് അത് നടന്നിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് പറയാൻ ഡീറ്റെയിൽസ് എല്ലാം ആയിട്ട് അതിനിടയിലുള്ള വലിയ വിജയം. പക്ഷേ എനിക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി അംഗീകരിച്ചു എന്ന കാര്യത്തിൽ എനിക്ക് നല്ല സംശയം. സ്ഥാനാർത്ഥികളുടെ പേരിലൊന്നും ദേവരാജനെ എന്തുകൊണ്ടാണ് പറഞ്ഞ് അവിടെ തന്നെ ചില കോൺഗ്രസ് നേതാക്കന്മാർ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തിയത്. ഒപ്പം ഒരു പോസ്റ്റിട്ടപ്പോൾ പറഞ്ഞു, ഇനി അങ്ങനെയാണെങ്കിൽ വേറൊരു പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരു നേതാവ് പറഞ്ഞത്, ഇനി അങ്ങനെയാണെങ്കിൽ മൈനോറിറ്റി വോട്ടില്ല ഞങ്ങൾ LDF കൊടുക്കുന്നത് വരെ പ്രചരണം സോഷ്യൽ മീഡിയ വലിയ പ്രചരണമുണ്ടായി. എന്നിട്ട് BJPക്കെതിരെ മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാത്ത അവസ്ഥയിലേക്ക് UDF പോയി. ഈ നിലവിലുണ്ടായിരുന്ന MLA ജയലാലിനെ മാറ്റിയിട്ടാണ് പുതിയ ഒരാളെ എങ്ങനെയായിരുന്നു? അതൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. വലിയ സഹായമായിരിക്കും. പക്ഷേ ഇതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമായിരുന്നു. അതായത് ജനങ്ങൾക്കൊപ്പം നിന്നാൽ അവർ വിജയം സമ്മാനിക്കും. അവരോടൊപ്പം അവരുടെ സുഹൃത്തുക്കളെ പങ്കാളിയാണ്, അവരുടെ കാര്യങ്ങളിൽ ഇടപെടും. അത് തന്നെയാണ് ഒരു പരീക്ഷണാർത്ഥം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട്.
പ്രധാനമന്ത്രിയുടെ വാക്ക് തന്നെയാണ് ഞങ്ങളുടെ പൊതുപ്രവർത്തനത്തിൽ മാതൃകയായിട്ട് തുടർന്നും പോകുന്നത്. തോൽവി എങ്ങനെ വിജയമാക്കാമെന്നുള്ളതിന് ഉദാഹരണമാണ് ബി ഗോപകുമാറിന്റെ വിജയം. 2 തവണ തോറ്റിട്ടും മണ്ഡലത്തിൽ നിന്ന് മാറാതെ നിന്നു. ഒടുവിൽ വിജയം ഗോപകുമാറിനൊപ്പം നിന്നു. ക്യാമറമാൻ രഞ്ജിത് മോഹനൊപ്പം വി രതീഷ്, മനോരമ ന്യൂസ്, കൊല്ലം. കയറിയാ അത് എൻ്റെ ഡെഫൻഡ് അണ്ണ എടുത്ത് ബൈറ്റാ വിളിച്ചില്ലല്ലോ, ഞാൻ ബൈറ്റ് എടുക്കുവാണേ. ബൈറ്റാ അണ്ണ ഇപ്പൊ തീരുവായിരുന്നു എന്റെ ബൈറ്റ്. നടക്കുമോ? പുള്ളിക്ക് പോയിട്ട് കുറെ പരിപാടികളുണ്ട്. ഞാൻ എടുക്കാൻ പുള്ളിക്ക് ദൈവാന്ന് പറഞ്ഞ അണ്ണാ കേറി കടയാട്ടുന്നുണ്ടില്ലേ? തീർച്ചയായും നമ്മുടെ അഭിനന്ദനങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചിരിക്കുന്നു. തീർച്ചയായും ഈ ജയത്തിൽ എങ്ങനെയുണ്ടോ ഈ വിജയത്തിൽ പ്രതീക്ഷിച്ചിരുന്ന വിജയം തന്നെയാണ്. പക്ഷേ ഇടയ്ക്ക് രീതിയിലൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ തികഞ്ഞ പ്രതീക്ഷ തന്നെയാണ്. കൃത്യമായ ബൂത്തുതല പ്രസ്ഥാനം, സംഘപരിവാർ പ്രസ്ഥാനം ഒരുമിച്ച് നടത്തിയ സംഘടനാ പ്രവർത്തനം 14ലെയും 21ലെയും 2ാം സ്ഥാനത്താണ് 1ാം സ്ഥാനത്തെത്തിക്കുന്നത്. ഒരു മാറ്റം മോദിജിയുടെ ഭരണ നേട്ടങ്ങൾ ഇതെല്ലാം കൂടി ചേർന്ന വിജയമാണ് കണ്ണൂരിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ് BJP വിജയിക്കുന്നത്. അത് അത്ര കണ്ട് എളുപ്പമുള്ള ഒരു കാര്യമല്ല. മണ്ഡലം രൂപീകൃതമായ കാലഘട്ടം മുതൽ 3 തവണ മാത്രമേ മാറി നിന്നിട്ടുള്ളൂ. ശ്രീ CB പത്മരാജൻ, ശ്രീ പ്രതാപവർമ്മ തമ്മിൽ ഇത്തവണ BJP കൊല്ലം ജില്ലയിൽ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുക. 11 നിയമസഭാ മണ്ഡലങ്ങൾ ഇതിന്റെ അലവലികൾ തുടർന്നുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാവും. വലിയ മുന്നേറ്റത്തിലേക്ക് BJP നേതൃത്വം കൊടുക്കുന്ന NDA സഖ്യത്തിന്റെ വിജയത്തിന്റെ തുടക്കമാണ്. ചാത്തന്നൂരിൽ കഴിഞ്ഞ 2 തവണയായി താങ്കൾ തന്നെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചിരുന്നു. തുടർച്ചയായുള്ള ഈ ഒരു പ്രവർത്തനം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചതുകൊണ്ടുള്ള പ്രവർത്തനം അതൊക്കെ തന്നെയാണ് ഇപ്പോൾ. അതെ, കുറച്ച് പ്രവർത്തനത്തിന് പൂർണ്ണമായും കഴിഞ്ഞ 4 പതിറ്റാണ്ട് ചാത്തന്നൂരൊപ്പം 95,000 ഗ്രാമപഞ്ചായത്ത്, പിന്നെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെയെല്ലാം ജനിച്ച നാടും ആ സ്വന്തം മണ്ഡലവും നൽകിയ വലിയ പിന്തുണ ഒരു പൊതുപ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ അംഗീകാരമാണ് ചാത്തന്നൂർ ജനത. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി കടപ്പാട് ഈ വിജയം ചാത്തന്നൂർ ജനതയ്ക്ക്. എന്നാലും ഭൂരിപക്ഷം ഏകദേശം കണക്കിൽ ഞങ്ങൾ വിചാരിച്ച ഭൂരിപക്ഷത്തിലേക്ക് വന്നതിനാണ് പല രീതിയിലും പല കാര്യങ്ങളും. ആ വിജയം നേരത്തെ ഞാൻ പറഞ്ഞത് എളുപ്പത്തിലുള്ള വിജയമല്ല ചാത്തന്നൂരിൽ BJP ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക. ഇത് വലിയ വിജയം, ഈ വലിയ നേട്ടം, വലിയ തരംഗമാണ്. ഞങ്ങൾ സംസ്ഥാന അധ്യക്ഷനും ചാത്തന്നൂരും മാത്രമേ ഒരു മാറ്റത്തിന് തയ്യാറായത് ഇതുവരെ. അപ്പോൾ അതിനിടയിൽ ചാത്തന്നൂർ പോലും വേറെ ഒരു തവണ വിജയിച്ചിട്ടുണ്ട്. ചാത്തന്നൂർ അങ്ങനെ വിജയിച്ചിട്ടില്ല. അവിടെയാണ് ഈ വിജയത്തിന്റെ ഏറ്റവും വലിയ മാറ്റം ജനങ്ങൾ. തീർച്ചയായും റെഡി ഹലോ ഈ ഒരു വിജയം തന്നെയാണ്